ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വാരഫലത്തെക്കുറിച്ചാണ്. ഈ ആഴ്ചത്തെ പ്രധാനമായ രണ്ട് പ്രധാന വിശേഷ ദിവസങ്ങളാണ് ജൂൺ മാസം 25-ാം തീയതി ഏകാദശിയും 26-ാം തീയതി പ്രദോഷവുമാണ്. പ്രദോഷവ്രതം എടുക്കുന്നതും ഏകാദശി വ്രതം എടുക്കുന്നതും ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഒക്കെ ദോഷങ്ങൾ ഇല്ലാതാക്കുകയും സർവ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതുമാണ്. പ്രധാനമായിട്ട് ഈ ആഴ്ച 2026 ജൂൺ മാസം 21-ാം തീയതി മുതൽ 27-ാം തീയതി വരെയുള്ള ഒരു ആഴ്ചയാണ്. കൊല്ലവർഷം 1201 ആണ്ട് മിഥുന മാസം 7 മുതൽ 13 വരെ. ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ ഇടവം രാശിയിൽ ചൊവ്വായും ആദിത്യനും നിൽക്കുന്നു. കർക്കിടകം രാശിയിൽ വ്യാഴവും ശുക്രനും നിൽക്കുമ്പോൾ കേതു ചിങ്ങത്തിലും കന്നിയിൽ അത് പക്ഷ ബല വർദ്ധിച്ച് വരികയാണ്. ചന്ദ്രഗ്രഹം രാഹു കുംഭത്തിലും മീനത്തിൽ ശനിയും സ്ഥിതിയും. അങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ വളരെയധികം ഭാഗ്യാവസ്ഥകളും ദൈവാധീനവും ഒക്കെ വന്നു ചേരുവാൻ, പ്രധാനമായിട്ട് ഉയർച്ചകൾ ഉണ്ടാകുവാൻ ഏതൊക്കെ നക്ഷത്രങ്ങളാണ് ഉള്ളത്, അതുപോലെ തന്നെ ഏതേത് ഗ്രഹങ്ങൾ എങ്ങോട്ട് ഒക്കെയാണ് അനുഗ്രഹങ്ങൾ ചൊരിയുക, ഇതൊക്കെ അറിയുവാൻ, അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ വിചിന്തനം ചെയ്താണ് ഈ ഫലം പറയുന്നത്. മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച അപ്രതീക്ഷിതമായ ഒരു ധന ആഗമന യോഗം ഉണ്ടാകും. അത് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കുകയും ചെയ്യും. ശ്രേയസ്സും യശസ്സും വന്നു ചേരും. കുടുംബത്തും സമാധാനമുള്ള സമയം. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ തൊഴിൽ രംഗത്ത് വിജയങ്ങളും വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് വിദ്യയുടെ കാര്യത്തിൽ അധിക പ്രയത്നവും ശ്രദ്ധയും ആവശ്യമാണ്. ഉദ്ദേശിച്ച രീതിയിലുള്ള മാർക്ക് ലഭിക്കുവാൻ ദേഷ്യം വർദ്ധിക്കാതെ നോക്കുകയും വേണം. മിത്രങ്ങൾ ശത്രുക്കളായാൽ അത് പിന്നീട് പല കുഴപ്പങ്ങളും ഉണ്ടാകുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടാകുവാൻ കഴിവതും പാടില്ല. ക്ഷമ ആവശ്യമാണ്. പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കുമൊക്കെ പൊതുവെ ഐശ്വര്യപൂർണമായ ദൈവാധീനമുള്ള ഒരു ആഴ്ചയാണ്. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വളരെ ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ ഏതൊരു കാര്യത്തിലും ആവശ്യമാണ്. അതായത് രാശിയിൽ തന്നെ ചൊവ്വായും ആദിത്യനുമൊക്കെ നിൽക്കുമ്പോൾ അധിക സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ പാടില്ല. ദേഷ്യമൊക്കെ വർദ്ധിക്കുന്നതിനും സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടുകയും സ്വയംകൃത അനർത്ഥങ്ങൾ വന്നു ചേരുകയും ചെയ്യും. അതായത് മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും ഒക്കെ വാക്കുകളെ ലംഘിച്ചുകൊണ്ട് തോന്നിയ പോലെ കാര്യങ്ങളിൽ ഇടപെട്ട് കരാറുടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്നവരും കടം കൊടുക്കുന്നവരും വാങ്ങുന്നവരും അസമയത്തെ യാത്ര ചെയ്യുന്നതും ഒക്കെ ചെയ്താൽ അത് പിന്നീട് അധിക മനോക്ലേശവും ധനനഷ്ടവും ഉണ്ടാക്കുന്നതിന് സൂചനയുള്ളതിനാൽ വളരെ ജാഗ്രത ആവശ്യമാണ്. കുടുംബത്ത് ചില അസഹിഷ്ണുതകളൊക്കെ സൂചകമാണ്. സുഹൃത്തുക്കളോ സഹോദര സ്ഥാനീയരോ സഹായത്തിന് ഉണ്ടാകും. സാമ്പത്തിക അഭിവൃദ്ധികളൊക്കെ വന്നു ചേരുകയും തൊഴിൽ പുരോഗതികളും വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഗുണകരമായ ഒരു ആഴ്ച. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വിദേശത്തായിരിക്കുന്നവർക്കും വളരെ അഭിവൃദ്ധികരമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും. ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്കൊക്കെ പാസ്സാകുന്നതിന് യോഗമുണ്ട്. അത് സ്വന്തം നാട്ടിലായാലും വിദേശത്തായാലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് നല്ലതാണ്. ഭൂമി യോഗമോ ഭൂമി സംബന്ധമായ ആദായങ്ങളൊക്കെ ലഭിക്കുന്നതിനൊക്കെ എല്ലാവർക്കും യോഗമുണ്ട്. അതുപോലെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം കടങ്ങളൊക്കെ കുറഞ്ഞു വരാൻ തുടങ്ങും എന്നുള്ളതാണ്. പൊതുവെ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടുപോകുന്നതിനും സൂചനയും. കൊച്ചുകുട്ടികൾക്കും ഒക്കെ പൊതുവെ പ്രായമായവർക്കും ആരോഗ്യസ്ഥിതിയൊക്കെ പൊതുവെ മെച്ചമായി സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണറത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്നതാണ് ഈ മിഥുനം രാശി. മിഥുനം രാശിക്കാർക്ക്
പൊതുവെ ഇപ്പോൾ കണ്ടകശനിയൊക്കെ ഉള്ള സമയമാണ് എങ്കിലും രാശ്യാധിപന്റെ സ്ഥിതി അനുസരിച്ച് ശുക്രന്റെയും വ്യാഴത്തിന്റെയും പൂർണ്ണ അനുഗ്രഹമുള്ളതിനായാലും ലക്ഷ്മി നാരായണ യോഗം ഉള്ള ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക്. പല വിധത്തിലുള്ള ഐശ്വര്യങ്ങൾ വന്നിച്ച് ആരോഗ്യം പൊതുവെ തൃപ്തികരമായി മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു വിവാഹം വന്ന് വാക്കാകുവാൻ ഈ ആഴ്ച യോഗമുണ്ട്. അപ്രതീക്ഷിതമായ ധനാഗമന യോഗമുണ്ട്. ലോട്ടറി അടിക്കുകയൊക്കെ ചെയ്യാം. എല്ലാവരും ഒരുപാട് രൂപയ്ക്ക് ലോട്ടറി എടുക്കണമെന്നല്ല. ഒരു ലോട്ടറിയൊക്കെ എടുത്തൊന്ന് പരീക്ഷിക്ക്. ചെറിയ തുകയായാലും ഭേദമായ തുകയായാലും ഒന്നാം സമ്മാനമോ ഒക്കെ കിട്ടാൻ യോഗമുണ്ട്. കുറഞ്ഞ ചിലവിൽ അല്ലെങ്കിൽ ലോൺ കിട്ടുകയോ കുറഞ്ഞ പലിശയ്ക്ക് അല്ലെങ്കിൽ ഒരു സുഹൃത്തുക്കളുടെ മുഖാന്തരമോ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു സഹായങ്ങൾ വന്നു ചേരുകയൊക്കെ ചെയ്യുവാൻ യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കും. ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഒക്കെ മംഗളകാര്യങ്ങൾ പങ്കെടുക്കുവാനും ഒക്കെ യോഗമുണ്ട്. അതുപോലെ തന്നെ തൊഴിൽ വിജയങ്ങളും ധനാഗമന യോഗവും ഉണ്ടാകും. തൊഴിൽ രംഗത്ത് പരമാവധി സഹപ്രവർത്തകരുമായിട്ട് ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ ആവശ്യമാണ്. പല ആൾക്കാരൊക്കെ പറയാറുണ്ട്, മേലധികാരികളിൽ നിന്ന് രൂക്ഷമായ വിമർശനം. ആവശ്യത്തിനൊക്കെ വിമർശിക്കുന്നതാണ് അവരവരുടെ തന്നെ ഭാവിക്ക് നല്ലത്. അല്ലാത്ത പക്ഷം പ്രാക്ക് കിട്ടും. പിന്നീടായിരിക്കും അനുഭവിക്കുന്നത്. അന്നേരം അറിയില്ല. വലിയ പുള്ളി കളിച്ചൊക്കെ നടക്കാം എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഈ നക്ഷത്രക്കാർ വിഷമിക്കേണ്ടതില്ല. ഏതെങ്കിലും തരത്തിൽ തൊഴിൽ രംഗത്ത് നിങ്ങളെ ആക്ഷേപിക്കുകയാണ് എങ്കിൽ അവർക്കും കിട്ടിക്കോളും. പൊതുവെ കൊച്ചുകുട്ടികൾക്കും പ്രായമായവർക്കുമൊക്കെ ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. അത് വാഹന സംബന്ധമായിട്ടായാലും കുടുംബപരമായിട്ടായാലും ഒക്കെ വളരെ നല്ലതാണ്. കടങ്ങളൊക്കെ വീടി വരുവാനൊക്കെ ഐശ്വര്യവും ഭാഗ്യവും ഒക്കെ ആരംഭിക്കുന്ന ഒരു ആഴ്ച കൂടിയാണ്. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന ഉടറത്തിന്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവാധീനമൊക്കെ വർദ്ധിച്ചിരിക്കുന്നു. രാശിയിൽ തന്നെ വ്യാഴവും ശുക്രനും സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ 11-ാമിടത്തേക്ക് ചൊവ്വായും ആദിത്യനുമൊക്കെ സ്ഥിതി ചെയ്യുന്ന ഈ ആഴ്ച പൊതുവെ ആരോഗ്യപരമായിട്ട് തൃപ്തികരമായിരിക്കും. എന്നിരുന്നാലും കൊഴുപ്പ് അധികമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കേണ്ടതാണ്. തൊഴിൽ വിജയങ്ങളൊക്കെ വന്നു ചേരുകയും എന്നാൽ വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിച്ചില്ല എങ്കിൽ പാഴായി പോകുന്നതിനൊക്കെ സൂചനയുണ്ട്. ഈ ധനം കടങ്ങളൊക്കെ മേടിച്ച് ചിലവാക്കാൻ പാടില്ല. അധിക ചിലവുകളുള്ള സമയമാണ്. കടങ്ങൾ വർദ്ധിച്ചു വരാതെ വളരെ ശ്രദ്ധിക്കണം. കുടുംബത്തെ പൊതുവെ ഐക്യമൊക്കെ ഉണ്ടാകുന്നതിന് സൂചനയുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണ്ണമായ കാലം. വിദേശത്ത് പോകുവാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തായിരിക്കുന്നവർക്കും ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സന്ദർഭം, വളരെ അനുകൂലമായിരിക്കുന്ന ഒരു സന്ദർഭമാണ്. പേപ്പറുകളൊക്കെ നീങ്ങുന്നതിനും വിദേശത്ത് പോകുവാനൊക്കെ ചാൻസ് പെട്ടെന്ന് സാധിക്കുന്നതിനൊക്കെ യോഗമുള്ള ഒരു ആഴ്ച. പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ വളരെ ശ്രദ്ധിക്കണം. കഫ സംബന്ധമായിട്ടൊക്കെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാതെ, തണുപ്പ് ഏൽക്കാതെ തണുത്ത ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കേണ്ടതുമാണ്. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിന്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ടതോ അപ്രധാനമായോ ഉള്ള കാര്യങ്ങളാണ് എങ്കിൽ പോലും വളരെ ശ്രദ്ധിക്കേണ്ട സന്ദർഭമാണ്. അതായത് രാശിയിൽ തന്നെ കേതു എന്ന് പറയുന്ന ഗ്രഹം നിൽക്കുന്നു. ഒരു കാര്യവുമില്ലാതെ ഏടാകൂടത്തിലൊക്കെ ചെന്ന് ചാടുവാൻ സ്ത്രീകളായാലും പുരുഷന്മാരായാലും കൗമാരപ്രായക്കാരോ വാർദ്ധക്യത്തിലുള്ളവരോ ഒക്കെ സൂചനയുണ്ട്. മാനാപമാനങ്ങളോ അവിഖ്യാതികളോ ഉണ്ടാകാം. പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകാം. പേരുദോഷം കേൾക്കാം. അങ്ങനെയൊക്കെയുള്ള സമയമാണ്. വളരെ ജാഗ്രതയും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ അങ്ങേയറ്റം ആവശ്യമുള്ള ഒരു ആഴ്ചയാണ്. ദമ്പതികളായിട്ടുള്ളവർ ആയാലും തൊഴിൽപരമായ വിജയങ്ങളൊക്കെ വന്നു ചേരുവാൻ യോഗമുണ്ട്. അധികാരമൊക്കെ വന്നു ചേരുകയോ പ്രമോഷൻ വന്നു ചേരുകയോ ഒക്കെ ചെയ്യുവാൻ യോഗമുണ്ട്. അതൊക്കെ വേണ്ട രീതിയിൽ ക്ഷമയോടും വിട്ടുവീഴ്ചയോടുകൂടിയും മേലധികാരികളുമായിട്ടും സഹപ്രവർത്തകരുമായിട്ടും ഒക്കെ സഹകരിച്ച് അധികാരം നഷ്ടപ്പെടാതെയൊക്കെ നോക്കേണ്ട ഒരു സമയമാണ്. നല്ല പൊസിഷനിലൊക്കെ ഇരിക്കുന്നവരാണ് എങ്കിലും അത് ചില കുൽസിത ബുദ്ധികൾ ആയിട്ടുള്ളവരുടെ ഉപദേശമോ എന്തെങ്കിലുമൊക്കെ ചില അഹങ്കാരം മൂലമോ ഒക്കെ ചില ദോഷൈക ദൃക്കുകളായിട്ട് പ്രവർത്തിക്കുകയും അതുമൂലം പിന്നീട് വലിയ ദുഃഖങ്ങൾ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ഒക്കെ ഉണ്ടാകാതെ ഇരിക്കുവാൻ ഈ ചിങ്ങം രാശിക്കാർ അതീവ ജാഗ്രത കുടുംബത്തും തൊഴിൽ സ്ഥലത്തും സമൂഹത്തിലും
ദമ്പതികളായിട്ടുള്ളവരും ഒക്കെ വളരെ ശ്രദ്ധിക്കണം. തൊഴിൽ വിജയമൊക്കെ വന്നു ചേരും, ധനാഗമന യോഗവും ഉണ്ടാകും. കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിന്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്നതാണ് കന്നിരാശി. കന്നിരാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. എല്ലാവിധ വിജയങ്ങളും വന്നു ചേരേണ്ട ഒരു ആഴ്ചയാണ്. അതായത് തൊഴിൽ സ്ഥാനാധിപൻ സ്വക്ഷേത്രപരവാനായിരിക്കുമ്പോൾ ഭാഗ്യസ്ഥാനത്ത് ചൊവ്വ നിൽക്കുന്നു. അത് ചൊവ്വ ആദിത്യനോട് യോഗം ചെയ്ത് 12ാം ഭാവാധിപൻ കൂടിയാണല്ലോ, ജലഗ്രഹമാണല്ലോ ചൊവ്വ. അപ്പോൾ അത് ദേഷ്യമൊക്കെ കഴിവതും ഒഴിവാക്കണം. സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. അതുപോലെ തന്നെ തൊഴിൽ വിജയങ്ങൾ വന്നു ചേരും, സ്ഥാനക്കയറ്റങ്ങൾ വന്നു ചേരുക, വിദേശത്ത് പോയി ജോലി ലഭിക്കുവാനൊക്കെയുള്ള ഭാഗ്യം അനുഗ്രഹിച്ച് നിൽക്കുന്ന സമയമാണ്. കുടുംബത്തിൽ സമാധാനമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണ്ണമായ കാലം. വന്നു ചേരുന്ന ധനമൊക്കെ വേണ്ട രീതിയിലൊക്കെ വിനിയോഗിക്കുക. മുമ്പോട്ടും അത് ശ്രദ്ധയിലിരിക്കണം. അപ്പോൾ വിജയങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. അത് അഭിമാനമൊക്കെ വർദ്ധിക്കുന്നതിനും പേഴ്സണാലിറ്റി വർദ്ധിക്കുന്നതിനും വ്യക്തിത്വം വർദ്ധിച്ച് നല്ല കൂട്ടുകാരെയൊക്കെ ലഭിക്കുന്നതിനും നല്ല അധ്യാപകരെ ലഭിക്കുന്നതിനും നല്ല മേലധികാരികളെ ലഭിക്കുന്നതിനും ഒക്കെ യോഗം ഉള്ള ഒരു സമയമാണ് ഈ കന്നി രാശിക്കാർ. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3, 4 പാദവും ചോതിയും വിശാഖത്തിന്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം വിജയങ്ങൾ ഭാഗ്യങ്ങളൊക്കെ ഉള്ള ഒരു സമയമാണ്. തൊഴിൽ സ്ഥാനത്തെ ശുക്രൻ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ തന്നെ പല വിധത്തിലുമുള്ള 9ാം ഭാവത്തിൽ 9ാം ഭാവാധിപൻ ഭാഗ്യഭാവാധിപന്റെ സ്ഥിതിയൊക്കെ വന്നത് ഉത്തമമാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. എന്നിരുന്നാലും ഏതെങ്കിലും തരത്തിൽ മാനാപമാനങ്ങളോ അവിഖ്യാതികളോ ഒക്കെ വന്നുവിടാൻ സൂചനയുള്ളതിനാൽ എതിർലിംഗക്കാരുമൊക്കെ ആയിട്ട് ഇടപെടുന്നതും ഒക്കെ അത് മനസ്സറിയാത്ത കാര്യത്തിനൊക്കെ ആയിരിക്കും. ചിലപ്പോൾ കൊള്ളുകയില്ലാത്ത ആൾക്കാർ കിംവദന്തികളൊക്കെ പരത്തുവാനൊക്കെ സൂചനയുണ്ട്. മനസ്സ് നെഗറ്റീവായി പോകരുത്, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. വിജയങ്ങൾ നിങ്ങളെ തേടിയെത്തും. ദമ്പതികളായിട്ടുള്ളവർക്കും അപ്രകാരം തന്നെ വളരെ ശ്രദ്ധ ആവശ്യമാണ്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങളൊക്കെ വന്നു ചേരും. ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അനുകൂലമാണ്. തൊഴിൽപരമായ വിജയങ്ങളും ധനപരമായ വിജയങ്ങളും ഒക്കെ വന്നു ചേരും. കൊടുക്കൽ വാങ്ങലിൽ ചിലപ്പോൾ ചില കൃത്യനിഷ്ഠകളൊന്നും പാലിക്കാൻ ചില തടസ്സങ്ങളും സൂചകമാണ്. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ 4ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് പൂർണ്ണമായ ഒരു ദൈവാനുഗ്രഹവും ഭാഗ്യവുമുള്ള ഒരു ആഴ്ചയാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. എന്നിരുന്നാലും വളരെയധികം ദേഷ്യം നിയന്ത്രിക്കണം. സംസാരമൊക്കെ നിജപ്പെടുത്തണം. അധിക സംസാരമേ പാടില്ല. പ്രത്യേകിച്ച് ദമ്പതികളായിട്ടുള്ളവർ അതീവ ജാഗ്രത വേണ്ട ഒരു ആഴ്ചയാണ്. ദാമ്പത്യ ഭാവത്തിൽ രാശ്യാധിപനായിരിക്കുന്ന ചൊവ്വ അതുപോലെ തന്നെ ആദിത്യനും കൂടെ യോഗം ചെയ്തിരിക്കുന്നു. രണ്ടും ആഗ്നേയ ഗ്രഹങ്ങളാണ്. ജീവിത പങ്കാളി അത് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞ് ചെറിയ കാര്യങ്ങൾക്ക് വലിയ സ്ഫോടനാത്മകമായ കാര്യങ്ങൾ ഉണ്ടാകാതെ ദാമ്പത്യ ജീവിതം കലുഷിതമാകാതെ ശ്രദ്ധിക്കണം. കോടതി കയറുന്നതിനോ പോലീസ് സ്റ്റേഷൻ കയറുന്നതിനോ ഒക്കെ അതുമൂലം ഉണ്ടാകുവാൻ പാടില്ല. കുടുംബത്തും സമാധാനപരമായിട്ട് ഉള്ള കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. തൊഴിൽപരമായ ചില ക്ലേശങ്ങളൊക്കെ സൂചകമാണ്. അധ്വാന ഭാരം ഏറിയിരിക്കും. അതിനനുസരിച്ച് വേതനം ലഭിച്ചില്ല എന്നുള്ള ഒരു മനോവിഷമവും ഒന്നിനും തികയാത്ത സാമ്പത്തിക ഘടനയും ഒക്കെ ഉള്ള ഒരു ആഴ്ചയാണ്. വളരെ ശ്രദ്ധിക്കുക ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. ധനു രാശിക്കാരായിരിക്കുന്ന മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് വളരെ ജാഗ്രത ആവശ്യമാണ്. അതായത് സർവേശ്വരകാരകനും അത് രാശ്യാധിപൻ കൂടിയാണ്, സുഖസ്ഥാനത്തിന്റെ അധിപനാണ്. അതുപോലെ തന്നെ ദാമ്പത്യകാരകൻ കൂടിയായിരിക്കുന്ന ശുക്രനും ഒക്കെ അഷ്ടമഭാവം എന്ന് പറയുന്ന സർവ്വദുഃഖ ദുരിതനാശ ക്ലേശതാപ വ്യയത്തിന്റെ ഭാവത്തിൽ നിൽക്കുമ്പോൾ പലവിധത്തിലും മനക്ലേശങ്ങളൊക്കെ സൂചകമാണ്. മനസ്സ് പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നല്ല രീതിയിൽ സംസാരിക്കുക, ആരോടും പിണങ്ങാൻ പോകണ്ട. ശത്രുക്കളൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. ശത്രുതാ മനോഭാവം അതൊക്കെ കരുതി വേണം തൊഴിൽ രംഗത്തും കുടുംബത്തും സമൂഹത്തിലുമൊക്കെ പ്രവർത്തിക്കുന്നവർ ചെയ്യുവാൻ. സാമ്പത്തിക കൊടുക്കൽ വാങ്ങൽ നടത്തുന്നവർ, കരാർ ഡൊപ്പുകളിൽ ഒപ്പുവയ്ക്കുന്നവർ, പ്രത്യേകിച്ച് ജാമ്യം നിൽക്കുന്നവർ, വാക്ക് പറയുന്നവർ ഒക്കെ വളരെ ശ്രദ്ധിക്കണം. ആരോഗ്യപരമായിട്ടും വളരെ ശ്രദ്ധിക്കണം. ഭക്ഷണ കാര്യങ്ങളിൽ കൃത്യനിഷ്ഠ ആവശ്യമാണ്. മെഡിസിനൊക്കെ കഴിക്കുന്നവർ മുടങ്ങാൻ പാടില്ല. പ്രത്യേകിച്ച് പ്രായമായവരും കൊച്ചുകുട്ടികളും മധ്യവയസ്കർക്കും യുവാക്കൾക്കും ഒക്കെ അത് ബാധകമാണ്. പ്രധാന കാര്യങ്ങൾക്ക് മെഡിസിനൊക്കെ കഴിക്കുന്നവർ
അത് മുടങ്ങാതിരിക്കുക. വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കണ്ടകശനിയും കൂടിയുള്ള സമയം. 3-ൽ രാഹുവാണ്. സുഹൃത്തുക്കളോ സഹോദര സ്ഥാനീയരോ ഒക്കെ തള്ളിപ്പറയും. ഇപ്പോൾ കൂടെ നിൽക്കുന്നവർ മാതാപിതാക്കളൊക്കെ കാണത്തുള്ളൂ. പ്രത്യേകിച്ച് ഗുരുക്കന്മാരും ഒക്കെ അവരുടെ വാക്കുകളെയൊക്കെ ധിക്കരിക്കുവാൻ പാടില്ല. അസമയത്തെ യാത്രകൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ ജലയാത്രകൾ ഒഴിവാക്കണം. സ്ഫോടക വസ്തുക്കളൊക്കെ കൈകാര്യം ചെയ്യുവാൻ പാടില്ല. അങ്ങനെ വളരെ ശ്രദ്ധിക്കണം. ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കാൻ അതൊക്കെ ഒരു പാടില്ലാത്ത കാര്യമാണ്. അങ്ങനെയൊക്കെ ചെയ്താൽ വലിയ ദുരന്തം ഉണ്ടാകുന്നതിനൊക്കെ സൂചനയുണ്ട്. വളരെ ശ്രദ്ധിക്കണം. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്നതാണ് ഈ മകരം രാശി. മകരം രാശിക്കാർക്ക് ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു. എന്നാൽ ഏത് കാര്യത്തിനും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതും അങ്ങനെയുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് ഏതൊരു കാര്യത്തിനും അത്ര സുഗമമായിരിക്കുകയില്ല. എങ്കിലും പൊതുവെ ആരോഗ്യം തൃപ്തികരമായി വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും ഒക്കെ നന്മകൾ വന്നു ചെയ്യും. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം. വിവാഹം ആലോചിക്കുന്നവർക്കൊക്കെ ഒരു വിവാഹം വന്ന് വാക്കാകുവാനൊക്കെ വിട്ടുവീഴ്ചയിലൂടെയൊക്കെ സാധിക്കുന്ന ഒരു ആഴ്ച. സുഹൃത്തുക്കളും സഹോദര സ്ഥാനീയരുമൊക്കെ സഹായത്തിന് ഉണ്ടാകും. പൊതുവെ തൊഴിൽ രംഗത്ത് വിജയിക്കുവാനും സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുവാനും ഒക്കെ അവസരങ്ങളുള്ള ഒരു ആഴ്ചയാണ്. അത് ഏതൊരു തൊഴിൽ ചെയ്യുന്നവർക്കായാലും അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങളൊക്കെ വന്നു ചേരുക, ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് പാസ്സാകുക, ടെസ്റ്റുകൾ പാസ്സാകുക, പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് പാസ്സാകുക, ഉദ്ദേശിച്ച രീതിയിൽ സ്കോർ ചെയ്യാനൊക്കെ സാധിക്കും. പൊതുവെ നല്ലതാണ്. കൊച്ചുകുട്ടികൾക്കായാലും പ്രായമായവർക്കും ഒക്കെ വളരെ നല്ല ഒരു ആഴ്ച. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ 3, 4 പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്നതാണ് കുംഭം രാശി. ഈ കുംഭം രാശിക്കാർക്ക് രാശിയിൽ തന്നെ രാഹു നിൽക്കുന്നു. വാക്കിൻ്റെ സ്ഥാനത്തോ ശനിയാണ്. കൂടാതെ വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും യാതൊരു പ്രയോജനവും ഇല്ലാത്ത രീതിയിൽ 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. 7ാം ഭാവത്തിൽ കേതു. അങ്ങനെ 4-ാമിടത്ത് ചൊവ്വായും ആദിത്യനും ആഗ്നേയ ഗ്രഹങ്ങളാണ്. പൊതുവെ ദേഷ്യം വർദ്ധിക്കുക, ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകുക, മെഡിസിൻ ചിലപ്പോൾ കൃത്യസമയത്ത് കഴിക്കാൻ പറ്റാതെയോ അശ്രദ്ധ മൂലം ഭക്ഷണകാര്യങ്ങൾ അശ്രദ്ധ മൂലമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുക, ഏറ്റവും വേണ്ടപ്പെട്ടവരോട് പോലും അസഹിഷ്ണുതമായ രീതിയിൽ സംസാരിക്കുക, ദമ്പതികളായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക, സഹപ്രവർത്തകരുടെ ഒരു നിസ്സഹകരണം ഉണ്ടാകുക, മേലധികാരികളുടെ ഒരു എതിർപ്പൊക്കെ ഉണ്ടാകുക, തൊഴിൽ രംഗത്ത് നിന്ന് തൊഴിൽ ഇട്ടേച്ച് പോയേക്കാമെന്ന് വിചാരിക്കുക. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. തൊഴിൽ ഇട്ടേച്ച് പോയാൽ ബുദ്ധിമുട്ടാണ് പിന്നെ ഒരെണ്ണം കിട്ടാൻ. അങ്ങനത്തെ ഒരു സമയമാണ്. എന്നാൽ വളരെ ക്ഷമയോടും വിട്ടുവീഴ്ചയോടും കൂടി ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായ ധനാഗമന യോഗവും സ്ഥാനക്കയറ്റങ്ങളും ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ വന്നു ചേരുവാനും ഒക്കെ യോഗമുണ്ട്. പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ അത് പുതിയ ജോലിക്കായിട്ടൊക്കെ ശ്രമിക്കുക. നല്ല സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയ നമുക്ക് മനസ്സിന് ആഗ്രഹിച്ച സ്ഥലത്ത് അല്ലെങ്കിൽ സ്ഥാപനത്തിലൊക്കെ ജോലി കിട്ടുവാനും അപ്രതീക്ഷിതമായ അധികാരത്തിൻ്റെ ഗ്രഹം അനുഗ്രഹിച്ച് നിൽക്കുന്ന ഒരു സമയമായതിനാൽ അത് വിജയിക്കും. മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി 4-ാം പാദം ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ജന്മത്തിൽ 7ാം ശനി അനുഭവിക്കുന്ന സമയമാണ്. വളരെയധികം കഷ്ടതകളുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്താൽ നല്ല വിജയങ്ങൾ വന്നു ചേരും. അതായത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴൻ രാശ്യാധിപനും തൊഴിൽ സ്ഥാനാധിപനുമായിരിക്കുന്ന വ്യാഴഗ്രഹം ഉച്ചം ചെയ്ത് ഭാഗ്യസ്ഥാനത്ത് ശുക്രനോട് യോഗം ചെയ്ത് ലക്ഷ്മീനാരായണ യോഗം പ്രദാനം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ സുഖസ്ഥാനത്ത് സ്വക്ഷേത്രപരവാനായിട്ട് ബുധൻ നിൽക്കുകയും കൂടിയൊക്കെ ചെയ്യുന്ന നല്ല അനുഗ്രഹീതമായ ദൈവാനുഗ്രഹമുള്ള ഭാഗ്യവും കൂടിയുള്ള ഒരു ആഴ്ചയാണ്. കൊച്ചുകുട്ടികൾക്കൊക്കെ ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. പ്രായമായ മാതാപിതാക്കൾക്ക് മക്കളോടൊക്കെ ഒത്ത് സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർ അത് കൃത്യനിഷ്ഠയൊക്കെ പാലിക്കണം. ശനിയാണ് ജന്മത്തിൽ നിൽക്കുന്നത്. അലസതയും ഇന്നത്തെ കാര്യം നാളെയും അല്ലെ മറ്റന്നാൾ ഒരാഴ്ച കഴിഞ്ഞും കാര്യസാധ്യം ഇല്ലാതെയൊക്കെ വരും അതുമൂലം. എന്നാൽ കൃത്യനിഷ്ഠയോടുകൂടി ജപധ്യാനാദികളും മാതാപിതാക്കളുടെ നിർദ്ദേശങ്ങളും ഗുരുക്കന്മാരുടെയും മേലധികാരികളുടെയും നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ച് ക്ഷമയോടും വിട്ടുവീഴ്ചയോടും ചെയ്താൽ, ക്ഷമിച്ചു എന്ന് എഴുതി തോറ്റു എന്നല്ല അർത്ഥം, വിജയിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് അങ്ങനെയുള്ള വിജയങ്ങൾ നേടിയെടുക്കുവാൻ അത് ആവശ്യമാണ്.
തൊഴിൽ വിജയങ്ങൾ വന്നു ചേരും. പ്രതീക്ഷിതമായ ധനാഗമന യോഗമുണ്ട്. ദാമ്പത്യ ജീവിതത്തിലും ഐശ്വര്യപൂർണ്ണമായിരിക്കും. ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും ഒക്കെ യോഗമുള്ള ഉത്തമമായ സമയം. അവസരങ്ങൾ കാത്തു നിൽക്കുകയില്ല. വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. നല്ല രീതിയിൽ വിജയവും ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് നല്ല പൊസിഷനുള്ള ജോലി, അധികാരത്തോടുകൂടി, സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി, ഗവൺമെന്റോ തത്തുല്യ പദവിയോടുകൂടിയ ജോലിയൊക്കെ ഈ ആഴ്ച ലഭിക്കുവാൻ കാത്തിരിക്കുന്ന, അപ്പോയിൻമെന്റ് ഓർഡർ കാത്തിരിക്കുന്നവർക്ക് കിട്ടുക തന്നെ ചെയ്യും. ഈ മീനൻ രാശിക്കാർക്ക് അത് ഗൃഹ സംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ഒക്കെ വളരെ നല്ല ഒരു ആഴ്ചയാണ്. നല്ല സുഹൃത്തുക്കളെ ലഭിക്കുക. വിദേശത്ത് പോകുന്നതിനൊക്കെ നല്ലതാണ്. വിദേശത്ത് പോവുകയോ പരീക്ഷകളൊക്കെ പാസ്സായി നല്ല ജോലിക്കൊക്കെ കിട്ടുകയോ ഒക്കെ ചെയ്യുവാൻ യോഗമുണ്ട്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർ അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി പേര് നക്ഷത്രവും കൂടി ചേർത്ത് കമൻറ്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ട്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.